അതെ ഗൈസ്, നിങ്ങൾക്ക് കീബോർഡും മൗസും വെച്ച് മൈൻക്രാഫ്റ്റ് മൊബൈലിൽ കളിക്കാൻ പറ്റും. ഇപ്പോൾ ബെഡ് വാർ, PvP അങ്ങനെ പലതാണെങ്കിലും നിങ്ങൾക്ക് പ്രോ ലെവലായിട്ട് കളിക്കാൻ പറ്റും. അതും വെറും 500 രൂപ ബഡ്ജറ്റിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൂടിയുണ്ട്. ഓർഡർ ചെയ്യണം എന്നുള്ളവർ ആ ലിങ്ക് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇനി നമുക്കതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മെയിൻ സാധനം കീബോർഡ്, അത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു വയർ ഇപ്പോൾ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കീബോർഡ് വയറിൻ്റെയാണ്, വയർലെസ് അല്ല, വയറാണ്, വയർഡ് കീബോർഡാണ്. ഇനി നമുക്ക് നമ്മുടെ മൗസ് പാഡ് ഇതിനൊപ്പം വരുന്നുണ്ട്. ഈ മൗസ് പാഡ് ഇവിടെ ഒന്ന് വെക്കാം. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒപ്പം വരുന്ന മൗസ് ഇതിനൊപ്പം എടുത്തിട്ട് വെക്കാം. മൗസും വയേർഡ് മൗസാണ്. ഓക്കെ, അതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് കിട്ടുന്നതാണ് USB ഹബ്ബ്. ഈ USB ഹബ്ബില്ലേ, ഇത് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നതല്ല. ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചൊരു USB ഹബ്ബാണ്. ഇതിലൊരു ചാർജിങ് സ്ലോട്ടും കൂടി വരുന്നുണ്ട്. നിങ്ങൾ നോക്കി നോക്കുക, അവിടെ ഒരു ചാർജിങ് സ്ലോട്ടും കൂടി വരുന്നുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ്. ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന USB ഹബ്ബ് ഉണ്ട്, അത് വേറെയാണ്. അപ്പോൾ നമുക്ക് ഈ USB ഹബ്ബ് ഇതിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ മൗസിൻ്റെ USB ഇതിലൊന്ന് കണക്ട് ചെയ്യാം. USB ഹബ്ബിലത്തെ ഈ ഒരു പോർട്ടിൽ. മറ്റേ കീബോർഡിൻ്റെ ആണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് അതൊരൊറ്റൊരു USB ആയിട്ട് വരും. ആ USBക്ക് ഒരു OTG, ഈ ഒരു തല്ലത്തൊരു OTG ഉണ്ട്. ആ OTG ആണ് എടുക്കട്ടെ വീട്ടേക്ക്. ഈ ഒരു OTG നമുക്ക് എടുത്തിട്ട് ഇതിൽ വെക്കാം. ഒരു OTG, ഈ OTG വെച്ചാൽ ഇനി ഈ OTG നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ OTG മൊബൈലിൽ കണക്ട് ചെയ്താൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ ചാർജേഴ്സ് സ്ലോട്ടില്ലല്ലോ. അതിനാണ് ഞാൻ ഈ യൂസ് ചെയ്യുന്ന USB ഹബ്ബ്. വേണമെങ്കിൽ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് 300 എത്രയോ സംതിങ് ഉള്ളൂ. അപ്പോൾ ഇതും കൂടി മേടിക്കണം എന്നുള്ള ഓപ്ഷനിലാണ്. ഇത് ഞാൻ ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്പീക്കർ. ഈ സ്പീക്കർ ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡായിട്ട് വെറുതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ എടുക്കാം. മൊബൈൽ എടുത്തിട്ട് മൈൻക്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ആ സ്റ്റാൻഡിൻ്റെ മേലെ മൊബൈൽ വെച്ച് USB അതിലേക്ക് കണക്റ്റാക്കി. ഓക്കെ, കണക്റ്റാക്കി. അപ്പോൾ അവിടെ ലൈറ്റ് കത്തണം. അത് പ്രോപ്പറായിട്ട് കണക്റ്റ് ആയാൽ ലൈറ്റ് കത്തും. അപ്പോൾ നമ്മൾക്കൊന്ന് അന്ന് കറക്റ്റ് പ്രോപ്പറായിട്ട് കണക്റ്റ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് കത്തണം കേട്ടോ. ഈ ലൈറ്റ് കത്തുമ്പോൾ അത് വർക്കാവുണ്ട്. അവിടെ മൗസ് വർക്കാവുണ്ട് ഇപ്പോൾ പ്രോപ്പറായിട്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കളിക്കാം. നമുക്ക് ഈ മൗസ് കണക്റ്റ് ആയാൽ തന്നെ നമ്മുടെ സൈഡിലുള്ള സെറ്റിങ്സിൻ്റെ ബട്ടനോ അതൊക്കെ പോവും. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാൻ മറന്ന്, ഈ Android 9 താഴെയുള്ള ഫോണിൽ ഇത് വർക്കാവും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കീബോർഡിൽ ബട്ടൺ 3യും റൈറ്റ് ക്ലിക്കും എന്ന് വെച്ചാൽ ആ ഒരു റോളറിലുള്ള ഒരു ബട്ടണില്ലേ, ആ ബട്ടണൊക്കെ നേരെ സെൻറ്റർ ബട്ടണായിട്ട് വരിക. അങ്ങനെ Android 9 താഴെയുള്ളതിൽ അങ്ങനെ സെറ്റായിട്ട് എടുക്കണം. അത് മാറ്റാൻ പറ്റില്ല. Android 9ഉം 10ഉം ആണെങ്കിൽ ചിലപ്പോൾ ഒരു സെറ്റിങ്സ് വഴി മാറ്റാൻ പറ്റും. അപ്പോൾ ആ 9ഉം 10ൻ്റെയും ആ ഒരു പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സ് എടുത്തിട്ട് ഡെവലപ്പർ മോഡ് ഓൺ ആക്കുക. എന്നിട്ട് ഡെവലപ്പർ മോഡിൽ കയറിയിട്ട് കുറേ ഏറ്റവും അടിയിലുണ്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ ഡിസേബിൾ പെർമിഷൻ മോണിറ്ററിങ് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് കാണും. ആ സെറ്റിങ്സ് ഒന്ന് ഓൺ ആക്കിയിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ക്ലിക്കും കളറിലുള്ള ബട്ടണും പ്രോപ്പറായിട്ട് വർക്കാവും. അപ്പോൾ Android 9 താഴെയുള്ളവർ ഇത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. Android 11 ആണെങ്കിൽ പ്രോപ്പറായിട്ട് വർക്കാവും. 9, 10 ചിലപ്പോൾ വർക്കാവും. 10 എന്തായാലും വർക്കാവും. 10 മുതൽ അങ്ങോട്ട് മേലേക്കുള്ളതൊക്കെ എന്തായാലും വർക്കാവും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ Android 10 ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട്, അല്ലെങ്കിൽ ആ സെറ്റിങ്സ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ USB ഹബിൻ്റെ ബോക്സ്. ഞാൻ പറഞ്ഞ സെപ്പറേറ്റ് മേടിച്ച USB ഹബിൻ്റെ ബോക്സ്. ഞാൻ സാധാരണ ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന USB ഹബ്ബ് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു USB ഹബ്ബാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഇതിൽ 4 സ്ലോട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ആ സെപ്പറേറ്റ് മേടിച്ചതിൽ 3 സ്ലോട്ടുള്ളൂ. പക്ഷെ ചാർജിങ് സ്ലോട്ടും കൂടിയും എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഈ USB ഹബ്ബ് കുറച്ച് പവർ കുറവാണെങ്കിലും പ്രോപ്പറായിട്ട് വർക്കാവും. പക്ഷെ ഞാൻ സെപ്പറേറ്റ് മേടിച്ചത് നല്ല പവറിലുണ്ട്. നല്ല പവർ വലിക്കണ USB ഹബ്ബ് ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് വർക്കാവും. പിന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന OTG ആണെങ്കിൽ C ടൈപ്പാണ്. നിങ്ങൾക്ക് വേണ്ടത് മൈക്രോ USB ആണെങ്കിൽ മൈക്രോ USB യൂസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐഫോണിൻ്റെ ആണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. OTGകളുടെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് C ടൈപ്പ് ആയതുകൊണ്ട് C ടൈപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല. ഈ മൈക്രോ USB യും ഐഫോണിൻ്റെയും ഞാൻ കൊടുക്കുന്നുണ്ട്. iPhone 17
ഈ സി ടൈപ്പാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി ഒട്ടുമിക്ക എല്ലാ ഫോണും സി ടൈപ്പാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും സി ടൈപ്പ് അല്ലാതെ മൈക്രോ യു എസ് ബി യൂസ് ചെയ്യണവർക്ക് വേണ്ടി ഞാനത് താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കളിക്കുന്ന സ്ക്രീൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളെ വേൾഡിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുണ്ടാവും, ഡബ്ല്യു എന്നൊക്കെ നമ്മളെ ഫ്രണ്ടിലേക്ക് പോവും, അങ്ങനെ ആ സൈഡിലേക്ക്, അതെല്ലാവർക്കും അറിയുണ്ടാവും. പിന്നെ മൗസ് വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുക, അതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. ഞാൻ ഒന്ന് കീബോർഡിലൊന്നും ടച്ച് ചെയ്യാതെ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ, സ്ക്രീനിൽ ഇപ്പോൾ ഞാനൊന്ന് ടച്ച് ചെയ്യാം കേട്ടോ. കീബോർഡിലൊന്നും ടച്ച് ചെയ്യാതെ ഞാൻ എൻ്റെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മേലെ സാധാരണ വരുന്ന മാതിരി മേലെ ആ ഒരു എക്സിറ്റ് അടിക്കാനും അതിനുള്ള ഇമോട്ട് അങ്ങനെയുള്ളതിനൊക്കെ ഉള്ള പാകം വരും. പക്ഷേ അതുകൊണ്ട് പിന്നെ വീണ്ടും മൗസിലൊന്ന് നീക്കി കഴിഞ്ഞാൽ അത് സാധാരണ മാതിരി തന്നെ ആവും. ഇപ്പം ഇനി ഞാൻ ഇതിൻ്റെ അടിച്ച് ഇൻവെൻറ്ററി ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഐറ്റം ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സ്ലോട്ടിലേക്ക് എടുത്ത്, ക്രാഫ്റ്റിംഗ് സ്ലോട്ടിലേക്ക് എടുത്ത്, എന്നിട്ട് ഷിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ അതുകൊണ്ട് ഒറ്റ തവണ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത്, അപ്പോൾ എല്ലാം പാടും ഒറ്റ അടിക്ക് അത് ബ്ലാങ്കായി വന്നിട്ടുണ്ടോ. അങ്ങനെ സിമ്പിളായിട്ട് അത് ക്രാഫ്റ്റ് ചെയ്യും കൂടി ചെയ്യാം നമുക്ക്. അങ്ങനെ ഒരു ഫീച്ചറും കൂടി ഇതിൽ ഈ ഒരു കീബോർഡ് മൗസ് വെച്ച് കളിക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ F5 അടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ക്യാമറ സ്വിച്ച് ആവും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.